ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെൽഡിംഗ് ജോലിയിൽ നിന്നും കേരളക്കര മൊത്തം കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു നല്ലൊരു പാട്ടുകാരനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അഫ്സൽ ഖാൻ. അദ്ദേഹത്തിൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം മ്യൂസിക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും സഹോദരങ്ങളും പറഞ്ഞു, മ്യൂസിക് കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയുകയില്ല, എന്തെങ്കിലും കയ്യിൽ തൊഴിൽ പഠിക്കാൻ. അങ്ങനെ അദ്ദേഹം വീടിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിക്ക് വെൽഡിംഗ് ജോലി പഠിക്കാൻ വേണ്ടി പോയി. അതിനിടയിലും അദ്ദേഹം മ്യൂസിക് പരിപാടികൾക്ക് പോകലുണ്ടായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന ദിവസം 100 രൂപ ശമ്പളം, അതായത് ഒരു മാസം 2500 രൂപ ശമ്പളത്തിനായിരുന്നു അഫ്സൽ ഖാൻ ജോലി ചെയ്തിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിനപ്പുറം ഒക്കെ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു പാട്ടുകാരനായി മാറിയിരിക്കുകയാണ്. 2500 രൂപ ശമ്പളത്തിൽ നിന്നും നല്ലൊരു പാട്ടുകാരനിലേക്ക് മാറിയ അഫ്സൽ ഖാൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അഫ്സലിന്റെ ഒരു ജീവിത വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ചെറിയൊരു തെറ്റോ അല്ലെങ്കിൽ ഒരു കുരിപ്പിന്റെ അധികം കൊണ്ടോ സങ്കടപ്പെടേണ്ട ഒരു കാര്യം. എന്താ കാരണം വെച്ചാൽ ഞാൻ അഫ്സലിന്റെ ഒരു വീഡിയോ കാണിച്ചു. அந்த அரபிக்கடலோரம் போல் அழகே கண்டேனே, அந்த கண்ணி தென்றல் ஆட உலக்க கண்கள் കണ്ടേനെ. ആരും അത്ഭുതപ്പെടേണ്ട കേട്ടോ, ഞാൻ അഫ്സൽ തന്നെയാണ്. ഞാനെന്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ സംഗീതം, അതായത് പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ സംഗീതം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും എന്റെ ബ്രദേഴ്സ്, ബഹ്റൈനിലുള്ള ബ്രദേഴ്സ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ പഠിക്കുക. അങ്ങനെ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ വന്നു. ഇവിടെ ഒരു 2 കൊല്ലത്തോളം ഈ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. അഫ്സലെ ഒരു വെൽഡറിൽ നിന്ന് അല്ലെങ്കിൽ വെൽഡിംഗ് പഠിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ നിന്ന് മലയാളത്തിലെ തിരക്കുള്ള ഒരു പെർഫോമറായി, ഒരു ഗായകനായിട്ടുള്ള അഫ്സലിന്റെ മാറ്റം രൂപപരമാണ്. എന്തിനാണ് അഫ്സല് വിഷമിക്കണേ? അഫ്സലെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ? സന്തോഷമുണ്ട്. അതിലുപരി ലൈഫിൽ ഓരോ ചേഞ്ചസ് കാണുമ്പോ വല്ലാത്തൊരു എന്താ പറയാ അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോ ശരിക്കും ഞാനിതൊന്നും മറക്കില്ല. ഇപ്പോഴും ഞാൻ ഇന്നലെ വരെ ഈ വർക്ക്ഷോപ്പിന്റെ എന്റെ ആശാനെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. ഞാൻ ആശാന്റെ പേരെന്താ? തോമസ് ആശാൻ. അപ്പൊ ആശാനത്ത് അല്ല, ആശാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു പരിധിവരെ മ്യൂസിക്കിലും ഒരു പ്രചോദനം എന്ന് പറയാം. കാരണം ഞാൻ 2 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്യുമ്പോൾ പോലും അദ്ദേഹം, ഞാൻ മിക്കപ്പോഴും ലീവ് എടുക്കും. ചിലപ്പോൾ സാറിന്റെ അടുത്ത് പറയും, ആശാനെ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ട് ഇത്തിരി ദൂരത്താണ്, അപ്പൊ ശനിയാഴ്ച കാലത്ത് എനിക്ക് പോകണം. അപ്പൊ പറയും, അപ്പൊ ആശാൻ പറയും ഉച്ചക്ക് പോയാൽ പോരെ, പക്ഷെ എന്നാലും നല്ല സപ്പോർട്ടിങ് ആണ്. അപ്പൊ ദൂരത്താണെങ്കിൽ രാവിലെ പോകേണ്ടി വരും. അപ്പൊ ശനിയാഴ്ചയാണ് എന്തെങ്കിലും പൈസ കിട്ടണ ദിവസം, ആഴ്ചയിലാണ് പൈസ കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം ചിലപ്പോ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പൈസ തന്നിട്ട് പോയിക്കോളാൻ പറയും. പിന്നെ കുറെ തിരക്കായപ്പോ ആശാൻ തന്നെ നല്ല രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു, അഫ്സലെ നിന്റെ വഴി ചിലപ്പോ മ്യൂസിക് ആയിരിക്കും, അപ്പൊ നീ അത് എത്രയായിരുന്നു അഫ്സലെ ഒരു ആഴ്ചത്തെ കൂലി? എനിക്ക് ആദ്യം ഒരു പണിക്കാരനായ ശേഷം എനിക്കൊരു 100-150 രൂപയൊക്കെ ആയിരുന്നു. ഒരാഴ്ച ഒരു ദിവസത്തേക്ക് ഒരു ദിവസം 100 രൂപ. 100 രൂപ. അങ്ങനെ വരുമ്പോൾ ഒരു 600 റുപ്യ ആഴ്ച കിട്ടും. 2500 റുപ്യ ശമ്പളം ഉണ്ടായിരുന്നു. 2000 ചില വലിയൊരു വളർച്ചയാണ്. നമുക്ക് ആശാനെ മറക്കാൻ പറ്റില്ല. കാരണം ചില ഒരിക്കലും ആശാനെ ഇപ്പോഴേക്ക് കാണുന്നു. ഇപ്പോഴും ഇന്നും കൂടി കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആശാന്റെ മുമ്പിൽ കൂടി തന്നെ ഇറങ്ങി പോകണം. ശരി, എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ആയിരുന്നു വർക്ക്ഷോപ്പ്. അപ്പൊ ആശാനെ കാണുമ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. അത് കാരണം എന്തെങ്കിലും ഒരു തൊഴിലോ എന്തെങ്കിലും പഠിപ്പിച്ച ഒരു വ്യക്തിനെന്നും നമുക്ക് ഒരു ഗുരുവായിട്ട് തന്നെ കാണാം. ഞാൻ അങ്ങനെ തന്നെയാണ് കാണാറ് എല്ലാവരും. നമുക്ക് ആശാന് വേണ്ടി ഒരു പാട്ട് പഠിപ്പിക്കട്ടെ അഫ്സൽ? ശരി, ആശാൻ ഒരു പാട്ട്. അന്ന് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുമ്പോ ആശാനും ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ ജോൺസൺ ഉണ്ടായിരുന്നു. ജോൺസൺ ഇപ്പൊ കുവൈറ്റിലാണുള്ളത്. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. രാജു ഉണ്ട്. രാജു ഇപ്പൊ ദുബൈയിലുണ്ട്. എല്ലാവരും ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും. പിന്നെ ജൂഡ്സൺ ഉണ്ടായിരുന്നു, ആശാന്റെ അനിയൻ. അവർക്ക് എല്ലാവർക്കും വേണ്ടി, ആശാനും വേണ്ടി, പഴയ വെൽഡിംഗ് കൂട്ടുകെട്ടിൽ വേണ്ടി. അതെ.
ആ ബന്ധങ്ങൾ ഒന്നും കൂടി വിളക്കി ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഒരു വ്യക്തിയുണ്ട്, ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് പാഞ്ചിപ്പള്ളി ലൈറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. മനസ്സിലായിരം കസവ് നെയ്യുമി നെയ്യാമ്പൽ പൂവനോരത്ത് ചെറുകുറുമ്പുമായി ചിറകുരുമ്പിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത് ഒരു വിടൽ പോൽ നിന്നിനവുകളിൽ ചിരി മധുരമായി നിന്നോവുകളിൽ ഒരു തെമ്മാടിക്കൂട്ടിനുണ്ട് ചില്ലുവാൽ കണ്ണിലേ പിന്നയം മിന്നുന്നെന്താണ് നെഞ്ചിനുള്ളിലെ കാണാതിരിക്കും മുത്താണോ. തോമസ് ആശാനും പഴയ വെള്ളിങ് സംഘവും ഒരു പക്ഷേ സന്തോഷിക്കുന്നുണ്ടാവും. അഫ്സലിപ്പ് ഇന്ന് ഈ JB ജംഗ്ഷനിൽ ഇരുന്നുകൊണ്ട് ആ പഴയ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് എടുക്കും.